അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കഥയുടെ 206 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുമാമ ഇബ്ൻ ഉസാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. കഴിഞ്ഞ ഭാഗത്തിൽ നിർത്തിയത് സുമാമ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അതിനുശേഷം സുമാമ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവരെന്നെ പിടികൂടി കൊണ്ടുവന്നത്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അന്നത്തെ കാലത്ത് മുശ്രിക്കുകളും അവരുടേതായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചാണിട്ട് അവരെ ഇവർ പിടികൂടി കൊണ്ടുവരുന്നത്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ യമാമയിലേക്ക് തന്നെ മടങ്ങിപ്പോകണോ, അതോ മദീനയിൽ നിൽക്കണോ, അതോ ഞാൻ നേരത്തെ പുറപ്പെട്ട ആ ഉംറ മക്കയിൽ പോയി നിർവഹിക്കണോ എന്ന് ചോദിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങളിപ്പോൾ മുസ്ലിമായി, ഇനി മുസ്ലിമായിക്കൊണ്ട് ആ ഉംറ നിർവഹിക്കുക എന്ന് പറയാം. അപ്പോൾ മുസ്ലിമായിട്ട് മക്കയിൽ പോയി ഉംറ നിർവഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് സുമാമ റളിയല്ലാഹു അൻഹു എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ അദ്ദേഹം ഉംറ നിർവഹിക്കാനായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വെറുത്ത് വധിക്കാൻ വരെ പ്ലാൻ ചെയ്ത് ഒരു വ്യക്തിയായിരുന്നു സുമാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സ്വീകരിച്ച ആ പെരുമാറ്റവും കാരുണ്യവും കാരണം തന്നെ അദ്ദേഹത്തിന് വെറുപ്പ് മാറി അത് സ്നേഹവും പ്രിയവുമായി മാറുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സുമാമ റളിയല്ലാഹു അൻഹു മക്കയിലെത്തി. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാധാരണയായിട്ട് വരാറുള്ള ഒരു വ്യക്തിയാണ് അവിടെ. എന്നാൽ ഇപ്രാവശ്യം അദ്ദേഹം നേരത്തെ മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന തസ്ബീഹ് മാറ്റിയിട്ട് ദീനിൻ്റെ തസ്ബീഹ് ഉച്ചരിച്ചിട്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇത് കേട്ട ചില ചെറുപ്പക്കാരായ മുശ്രിക്കുകൾ അദ്ദേഹത്തിൻ്റെ മേൽക്ക് ചാടി വീഴുകയും അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. എന്നാൽ മുതിർന്ന ആളുകൾ ഇത് കണ്ടപ്പോൾ വന്നിട്ട് അവരെ തടഞ്ഞു. കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായത് സുമാമയാണ് എന്നുള്ളത്. എന്നിട്ട് അവർ അബൂ സുഫിയാൻ വന്നിട്ട് ചോദിച്ചു, സുമാമ, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ മതമെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ സാബിയ ആയോ എന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ സാബിയ അല്ല, ഞാൻ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ സാബിയയിൽ നിന്ന് പറയുന്നത് അവരിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ കുറിച്ചാണ് അവരന്ന് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരത് കേട്ടപ്പോൾ ശരിയെന്ന് പറയല്ലാതെ വേറെ ഒന്നും തിരിച്ചു പറയാൻ അവർക്ക് പറ്റില്ല. കാരണം അത് സുമാമ ആയതുകൊണ്ടാണ്. അങ്ങനെ ചെറുപ്പക്കാർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അവർ മാപ്പി ചോദിച്ച് ക്ഷമ ചോദിച്ച്, എന്നാൽ സുമാമ റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ് ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരെ ഇനി ഒരു മണി ധാന്യം പോലും ഞാൻ ഇങ്ങോട്ട് അയക്കില്ല എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, മക്കക്കാർക്ക് കൃഷിയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ധാന്യങ്ങളും മറ്റും അവർക്ക് ലഭിച്ചിരുന്നത് പ്രധാനമായിട്ടും ഈ യമാമക്കാരിൽ നിന്നാണ്. അപ്പോൾ അവരെ ആയിരുന്നു അതിനു വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്നത്. എന്നാൽ മക്കക്കാർ കരുതി സുമാമ അപ്പോഴത്തെ ദേശത്തിന് പറഞ്ഞതായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. എന്നാൽ സുമാമ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആയിരുന്നു. സുമാമ റളിയല്ലാഹു അൻഹു യമാമയിലെത്തി അങ്ങനെ മക്കയിലേക്കുള്ള ധാന്യത്തിൻ്റെ സപ്ലൈ പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ മക്കക്കാർ അങ്ങേയറ്റം പട്ടിണിയിലാവുക. കാരണം അവർക്ക് ധാന്യം വേറൊന്നും കിട്ടാനില്ല. അങ്ങനെ സുമാമ റളിയല്ലാഹു അൻഹു മക്കക്കാർക്കെതിരായ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ മക്കയിൽ ശക്തമായ പട്ടിണി വരികയാണ്. നേരത്തെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഈ ഒരു വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ ഈ മക്കക്കാർ തന്നെയാണ് ഷഅബ് ബിൻ അബി ത്വാലിബിൽ 3 വർഷത്തോളം പട്ടിണിക്കിട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളും ആ തരത്തിൽ പീഡിപ്പിച്ചത്. അന്ന് പച്ചിലയും മറ്റും അവർ കഴിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ നേരത്തെ ചരിത്രത്തിൽ വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മക്കക്കാർക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവസാനം അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു എഴുത്ത് എഴുതുന്നുണ്ട്. അതിൽ അബൂ സുഫിയാൻ എഴുതി, യാ മുഹമ്മദ്, അള്ളാഹുവിനെയും നമ്മുടെ രക്തബന്ധത്തിൻ്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് സുമാമയോട് ഈ ഉപരോധം പിൻവലിക്കാൻ പറയണം. നമ്മൾ പരസ്പരം ചെയ്യുന്നത് പോലെ അല്ലല്ലോ പുറത്തുനിന്ന് ഈ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിനെതിരെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത് ആരെയും എന്ന് പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധിച്ച സമയത്തൊന്നും ഈ കുടുംബബന്ധമോ ഒന്നും അയാൾ നോക്കിയിരുന്നില്ല എന്നുകൂടി നമ്മൾ കാണണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കത്ത് ലഭിച്ച ഉടനെ തന്നെ സുമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കത്ത് എഴുതുന്നുണ്ട്.
അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി തുമാമയോട് ഉപരോധം പിൻവലിക്കാൻ വേണ്ടി ധാന്യങ്ങൾ മക്കക്കാർക്ക് തുടർന്നും എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നെ തള്ളിപ്പറയുന്ന ആളുകളോടും തെന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളോടും എല്ലാം അള്ളാഹു കാരുണ്യം കാണിക്കുന്നവനാണ്. അതുപോലെ നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതാണെന്ന് പറയും. അങ്ങനെ ദുമാമ റളിയല്ലാഹു അൻഹു മക്കക്കാർക്ക് ധാന്യങ്ങൾ അയക്കുന്നത് തുടർന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഉപരോധം നീക്കുന്നത് എന്ന് പറയും. അങ്ങനെ ദുമാമ റളിയല്ലാഹു അൻഹു ഉംറ നിർവഹിക്കുക, തിരിച്ച് യമാമയിലെത്തി ദഅവത്തൊക്കെ നടത്തി നിരവധി ആളുകൾ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ഉണ്ടായി. അതാണ് ദുമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ വീണ്ടും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.